ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സച്ചി തൽക്കാലത്തേക്ക് തടി തപ്പിയെന്ന് തന്നെ പറയാം. എല്ലാവരോടും യാത്ര പറഞ്ഞ് സച്ചി മലയ്ക്ക് പോയി. ഈ സമയത്ത് അവിടെ ഒറ്റപ്പെട്ടു പോയത് നമ്മുടെ രേവതിക്കാണെങ്കിൽ ആകെ വിഷമമായി കേട്ടോ. അപ്പോൾ സച്ചി ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എങ്കിൽ പോലും ആ ഒരു വിഷമം അതുണ്ടല്ലോ. അങ്ങനത്തെ അച്ചമ്മയും അതുപോലെ രവിയേട്ടനും കൂടി ദേവികയും ശ്രീയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിട്ട് നാട്ടിൽ പോയി പ്രശ്നം വെക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അവിടെ ചെന്ന് അതിന് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അമ്മ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ അങ്ങ് ചെയ്താൽ മതി, ഞാൻ കുട്ടികളെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവേട്ടൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മിയൊക്കെ വന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്നും ചോദിച്ചുകൊണ്ട്. അങ്ങനത്തെ എൻ്റെ മോള് ഇവിടെ ഉള്ളതാണ്, അതുപോലെ തന്നെ നമ്മുടെ രേവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ അവരോട് പറയുന്നു. അപ്പോൾ മോളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ, മോള് ഞങ്ങളോടൊപ്പം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നേരെ ഇവർ. എനിക്ക് എൻ്റെ മോളെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോളുടെ മനസ്സിൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. എന്തെല്ലാം വിഷമങ്ങളുണ്ടായാലും അതൊന്നും അവൾ പുറത്ത് കാണിക്കില്ല, അവളെല്ലാം ഉള്ളിൽ ഒതുക്കത്തേ ഉള്ളൂ. ഈ വിവാഹം അവൾക്ക് ഇഷ്ടമായോ എന്ന് പോലും എനിക്കറിയില്ല, അതുപോലും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കുട്ടിയുടെ മനസ്സെന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ അവിടെ നിന്ന് പറയണു. അപ്പോൾ ലക്ഷ്മി അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും സങ്കടമായിട്ടോ. പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രേവതി ഇറങ്ങി വന്നപ്പോൾ ഇവർ സംസാരിക്കുന്നത് കാണുമല്ലേ. അപ്പോൾ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ ഇങ്ങനെ മോളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എൻ്റെ മോള് സന്തോഷത്തോടു കൂടി ഇരിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കാം. അപ്പോൾ രേവതിയെ അടുത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ അച്ചമ്മയും അതുപോലെ തന്നെ രവിയേട്ടനും പറഞ്ഞു, ലക്ഷ്മി ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോളെ ഭദ്രമായി ഈ വീട്ടിൽ ഞങ്ങളുടെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അവളെ ഓർത്ത് ഒരിക്കലും ലക്ഷ്മി സങ്കടപ്പെടേണ്ടി വരില്ല. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കും. അതുപോലെ ഇപ്പോൾ സച്ചി ഇല്ലാത്തൊരു പ്രശ്നമല്ലേ ഉള്ളൂ, അവനിപ്പോൾ 2 ദിവസം കഴിയും ഇങ്ങ് വരില്ലേ, പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ രവിയേട്ടനും അമ്മയും കൂടെ ചേർന്ന് ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ വിഷമിക്കേണ്ട അമ്മയെ, ഞാനിവിടെ സന്തോഷവതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാട്ടോ ഈ ചന്ദ്ര ഇറങ്ങി വരുന്നത്. ചന്ദ്ര ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവരുടെ സംസാരം കാണുമല്ലോ. അപ്പോൾ ചന്ദ്രയോടും ഇവർ യാത്ര പറഞ്ഞു, ഞങ്ങളന്ന് ഇറങ്ങുവാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെന്തൊരു പോക്കാ അതെന്ന് ചോദിച്ചു. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ കാര്യം എന്ത് ചെയ്യും, രേവതിയെ കൊണ്ടുപോകണില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെന്തൊരു വർത്തമാനോ നീ പറയുന്നത്, ഇന്നു മുതൽ ഇതല്ലേ ഇവളുടെ വീട്, അവൾ പിന്നെ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു അന്നേരം രവിയേട്ടൻ. അല്ല, മലയ്ക്ക് പോയ സ്വാമി വരാനേ 2-3 ദിവസം എന്തായാലും എടുക്കുമല്ലോ, അതുവരെ ഇവളിവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ, അവളിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളെല്ലാവരും ഇല്ലേ, പിന്നെ എങ്ങനെ രേവതി ഒറ്റയ്ക്കാവുന്നത്, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് കഴിയേണ്ടത്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥയോ കാര്യങ്ങളൊന്നും ഇവിടെ ഏതായാലും തൽക്കാലമില്ല. എന്താ ഇവിടെയുള്ളവരൊന്നും മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തേക്ക് അച്ചമ്മ ചന്ദ്രയുടെ തലക്കാരം കയറി വെട്ടി. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഷ്ടക്കുറവ്, അതായത് ഈ ചന്ദ്രയുടെ ഭാവമാറ്റമൊക്കെ അവർക്ക് ലക്ഷ്മിക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവരാരും അത് പുറത്ത് പറയുന്നോ കാണിക്കുന്നതോ ഇല്ല. അപ്പോൾ എന്തായാലും മോള് വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ലക്ഷ്മി ചോദിച്ചു രേവതിയോട്. അപ്പോൾ രേവതി പറഞ്ഞു, ഇല്ല അമ്മ പൊക്കോ, എന്തായാലും ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, ഞാൻ അടുത്ത ദിവസം വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് ഇവർ പോകുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്ര എന്നിട്ട് തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ രേവതി അമ്മയും അനിയത്തിയും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കുക. അനിയത്തിക്കുട്ടിക്ക് വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ചേച്ചി ഇല്ലെന്ന് കരുതി മോളൊന്നിലും അമാന്തത വിചാരിക്കരുത്, വളരെ സന്തോഷത്തോടു കൂടി അമ്മയ്ക്കൊപ്പം ഉണ്ടാവണം, കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അനുസരിച്ച് അതുപോലെ അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുക. അവരങ്ങനെ പോകുന്നത് നോക്കി നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരും കരഞ്ഞുകൊണ്ടാട്ടോ പോണത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി അങ്ങനെ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു. അച്ചമ്മ അങ്ങ് വന്നിട്ട് രേവതിയോട്, മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്, അവർ പോയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല അച്ചമ്മയെന്നും പറഞ്ഞിരിക്കുക, മോളിങ് വാ, അച്ചമ്മയല്ലേ മോളുടെ കൂടെയുള്ള, മോൾ പിന്നെ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ എന്നിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് പോവാ, വാ ഞാൻ റൂം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു റൂമിലൊക്കെ കൊണ്ടുവന്നിരുത്തുന്നു. അപ്പോൾ അങ്ങനെ റൂമിൽ കൊണ്ടിരുത്തുമ്പോഴും നമ്മുടെ രേവതിക്ക് ആകെ സങ്കടം. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന രേവതിയുടെ മുന്നിൽ, മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് അച്ചമ്മ ചോദിച്ചു. അത് പിന്നെ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, മോളിവിടെ ഒരിക്കലും ഒറ്റയ്ക്കല്ല, മോൾക്ക് കൂട്ടായിട്ട് സച്ചി ഇല്ലേന്ന് ചോദിച്ചു. അദ്ദേഹത്തിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി എന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു. ആരെ, സച്ചിയോ, സച്ചിയെ മോളെന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. അപ്പോൾ സച്ചിയെക്കുറിച്ച് രേവതി ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റായിരുന്നു എന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായി. അച്ചമ്മ അന്നേരം ഉള്ള കാര്യങ്ങളെല്ലാം രേവതിയോട് പറയുവാണ്. ഈ സമയത്ത്
വയറ് നിറയെ ഭക്ഷണം പോലും കഴിക്കാൻ ഗതിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സുധി നടക്കുന്നു. ലാസ്റ്റ് കയ്യിലുണ്ടായിരുന്ന ആ 10-20 രൂപയ്ക്ക് എങ്ങാണ്ട് അവിടുന്ന് ദോശയും ചമ്മന്തിയും മേടിച്ച് കഴിച്ചു. അപ്പോഴും അവിടെ തിളയ്ക്കുന്ന ഇതിൽ കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓംലേറ്റൊക്കെ കണ്ടിട്ട് കുത്തിയായിട്ട് പാടില്ല, പക്ഷെ കൈ കാശില്ലല്ലോ. അങ്ങനെ ഒരു തരത്തിൽ അരവയറ് നിറച്ചു. പക്ഷെ അവിടെ കിടന്നുറങ്ങും, വല്ല കടത്തിണ്ണയിലും അല്ലേ കിടക്കാൻ പറ്റുള്ളൂ. 50 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് കാമുകി പോയി, ഇനി വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. മൊത്തത്തിൽ പെട്ട് നിൽക്കുക. അതിനുശേഷം എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് സുധി. അത് ഏതെങ്കിലും കടത്തിണ്ണയിലാണെങ്കിലും സുധിക്ക് കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. എന്നിട്ട് സുധി ഇങ്ങനെ ഇതിലെയൊക്കെ തേടി നടന്ന് സുധിക്ക് കിടക്കാനൊരു കടത്തിണ്ണയും കിട്ടി. സുധി എന്നിട്ട് അവിടെ ആ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങാൻ തീരുമാനിച്ച് ആ കടത്തിണ്ണയിൽ പോയി കിടക്കുക. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ തൻ്റെ മകൻ എവിടെയാണ്, മകൻ വല്ലതും കഴിച്ചോ, അല്ലെങ്കിൽ മകൻ ഏത് അവസ്ഥയിലാണ്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ആ സമയം കൊണ്ട് രേവതിക്ക് സച്ചി ആരാണെന്നും സച്ചി എന്താണെന്നും സച്ചിയെപ്പോലെ നല്ലൊരു മനുഷ്യനില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത്രയും നാളത്തെ നമ്മുടെ രേവതിയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. സച്ചിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ രേവതി മനസ്സിലാക്കി. അങ്ങനെ അതെല്ലാം കേട്ട് ഇങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഇനിയും മോളുടെ മുഖം തെളിയാത്തത് എന്താണെന്ന് ചോദിച്ചു അച്ഛമ്മ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ രേവതി വിചാരിച്ചിരിക്കുന്നത് സ്വന്തം കൊച്ചുമോനായതുകൊണ്ട് കൊച്ചുമോനെക്കുറിച്ച് അച്ഛമ്മ നല്ലത് മാത്രം പറഞ്ഞതായിരിക്കും എന്നുള്ളതായിരിക്കും. പക്ഷേ സത്യങ്ങളാണെന്ന് രേവതി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതും സംശയമുള്ള കാര്യമാണ്. അങ്ങനെ അവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ടെൻഷൻ ആവേണ്ട, ആദ്യത്തെ ദിവസമല്ലേ മോളോടൊപ്പം അച്ഛമ്മ കിടക്കാമെന്നും പറഞ്ഞ് രേവതിയുടെ കൂടെ കിടക്കാനായിട്ട് അച്ഛമ്മ തുടങ്ങുന്നു. ഈ സമയത്ത് അത് രേവതിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഒറ്റപ്പെട്ടു പോകുന്നില്ലല്ലോ എന്നുള്ളൊരിത്. അന്നേരം വന്ന് ആ കാര്യം പറഞ്ഞതല്ലാതെ ചന്ദ്ര പിന്നെ ആ പരിസരത്തേക്ക് നോക്കിയിട്ടില്ല. കാരണം രേവതിയെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നേരത്തേക്ക് പൂ കെട്ടി കൊടുക്കാനുള്ള സഹായമാകുമല്ലോ എന്ന് ഈ ചന്ദ്ര പറഞ്ഞു. അതും കളിയാക്കലിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്. പൂകെട്ടൽ അത്ര മോശം പണിയൊന്നും അല്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയും ചെയ്തു നമ്മുടെ അച്ഛമ്മ അന്നേരം. അപ്പം ഇങ്ങനെ ഇവർ ഈ മുറിയിലിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രയുടെ കാര്യവും സംസാരിച്ചു. ചന്ദ്രയുടെ മൂത്ത മോൻ പോയതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണ് അവൾ ആ രീതിയിൽ സംസാരിക്കുന്നത്. മോളതൊന്നും മനസ്സിൽ വെക്കരുതെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും അമ്മയെ അങ്ങനെ കുറ്റമായിട്ട് കാണില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ രേവതി ഇങ്ങനെ പറയുകയും ചെയ്തു അച്ഛമ്മയോട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറിയിലെത്തി കഴിഞ്ഞപ്പോൾ ചന്ദ്രയുടെ ഈ പെരുമാറ്റ രീതിയെ പറ്റി രവിയേട്ടൻ ചന്ദ്രയോട് ഇങ്ങനെ പറയണം, നീ ഇത് കാണിക്കുന്നൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കാണിക്കുന്നത് എന്ത് ശരിയല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കെന്തായാലും അവനെയോ അവളെയോ ഈ കുടുംബത്തിൽ അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതൊക്കെ. അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ ശരിക്കും ചൂടായി ചന്ദ്രയോട്. എൻ്റെ 50 ലക്ഷം രൂപയെ കൊണ്ട് നാട് വിട്ടു പോയി മോനെ ഓർത്തിരിക്കുകയാണോടി നീന്നും ചോദിച്ചുകൊണ്ട്. അവനെ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഓർത്തിരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ്റെ കാര്യങ്ങൾ വീട്ടിൽ മിണ്ടിപ്പോയേക്കരുത്. അവനിനി പരിസരത്തടുക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അതൊന്നും ചന്ദ്രയെ ബാധിക്കുന്ന കാര്യമല്ല. മകൻ വന്ന് കിട്ടിയാൽ മകനെ ഉറപ്പായിട്ടും വീട്ടിൽ കയറ്റും ചന്ദ്ര. ആ ഒരു ഉറപ്പിന്മേലാണ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ലക്ഷ്മിയൊക്കെ വീട്ടിൽ ചെന്നു. വീട്ടിൽ മൊത്തത്തിലൊരു ശൂന്യത. കാരണം രേവതി ഇല്ലല്ലോ. രേവതി ഇല്ലാത്തതിൻ്റെതായ ശൂന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം സുധി ഇങ്ങനെ ഒരു കടത്തിണ്ണയിൽ ചെന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കിടന്നുകൊണ്ടിരുന്ന ആൾക്കാർ വന്ന് സുധി അവിടെ നിന്ന് ഏൽപ്പിച്ച് വിടുക. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടുന്ന് പോകാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കടത്തിണ്ണയിൽ പോലും സുധിക്കൊരു ഇതില്ലാത്ത രീതിയിലായി ജീവിതം സുധിയുടെ. ഇനിയിപ്പോൾ സുധി എങ്ങോട്ട് പോകും? ആരുടെ കടത്തിണ്ണയിൽ കിടക്കും? കിടപ്പാടം പോലും ഇല്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി അവിടെ നിന്ന് ചുമ്മാ എഴുന്നേറ്റ് നടക്കുക. കാരണം വേറെ ഒരിടവും ഇല്ല പോകാനായിട്ട്. നാളെ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ സുധിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ടാസ്കുകളായിട്ട് സുധിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും ആ സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഈ സമയത്ത് രേവതിയും അച്ഛമ്മയും കൂടെ മുറിയിൽ കിടക്കുന്നു. അപ്പോഴും അച്ഛമ്മ കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതിയോട് പറയാം, വീട്ടിലെ രീതികളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. രാവിലെയായി. നമ്മുടെ രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്കൊക്കെ ചെല്ലുമ്പോഴേക്കും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുന്നു, അതായത് ചന്ദ്ര. അപ്പോൾ വളരെ സ്നേഹത്തോടെ അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെല്ലൂലോ. അങ്ങനെ ചെന്നപ്പോൾ ഒന്നും തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ മാറ്റി നിർത്തുക. കാരണം ഒരു ഇഷ്ടക്കുറവ് പോലെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി നമ്മുടെ രേവതിക്ക്. അപ്പോഴേക്കും അച്ഛമ്മ വന്നു. എവിടെയെല്ലാം ചന്ദ്ര നമ്മുടെ രേവതിയെ ദ്രോഹിക്കുന്നുണ്ടോ അവിടെയൊക്കെ എല്ലാം അച്ഛമ്മ രക്ഷകയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അച്ഛമ്മ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. എന്തായാലും അച്ഛമ്മ സച്ചി വരാതെ പോവില്ലെന്നുള്ള കാര്യം ഉറപ്പിച്ചു. അത് രേവതിക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛമ്മ എന്നിട്ട് അങ്ങോട്ടേക്ക് വന്നു. എന്താ മോൾ അടുക്കളയിൽ കയറിയാലും നിനക്ക് എന്താ പ്രശ്നമൊന്നും ചോദിച്ചോട്ട്. അപ്പോൾ അതിന് ഉത്തരവില്ലാതെ ഉത്തരം മുട്ടി ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു.
അച്ചമ്മ എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടില്ല പിന്നെ ചന്ദ്ര. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.